കഥകളിയിൽ വേഷപ്പകർച്ചയിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച കലാമണ്ഡലം ഗോപി ആശാൻ ബാറ്ററായി ക്രീസിൽ. വരികളിലൂടെ മലയാളികളുടെ മനം കവർന്ന BK ഹരിനാരായണൻ ബൗളറായി മറുതലക്കലുമുണ്ട്. തൃശൂർ ആത്രേയ ക്രിക്കറ്റ് അക്കാദമിയുടെ ടൂർണമെന്റ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ഇരുവരും മത്സരത്തിനിറങ്ങിയത്. അരങ്ങിൽ പല വേഷങ്ങളിലൂടെ പകർന്നാടി ആസ്വാദകരെ ത്രസിപ്പിച്ചിട്ടുണ്ട് ഗോപി ആശാൻ. പക്ഷേ ഇത് പുതിയ റോളാണ്. ചടുലമായ മുദ്രകളോ ചുവടുകളോ അല്ല, ബാറ്റുമായി ക്രീസിലാണ് ആശാൻ. അധികമാർക്കും അറിയില്ല, കടുത്ത ഒരു ക്രിക്കറ്റ് ആരാധകനാണ് കലാമണ്ഡലം ഗോപി ആശാൻ. എല്ലാ ദിവസവും മുടങ്ങാതെ IPL കാണും. പുതുതലമുറയിലെ കളിക്കാരെയെല്ലാം ഒന്നിനൊന്ന് ഇഷ്ടം തന്നെ. ആ ഇഷ്ടമാണ് ഈ ക്രീസിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. എൻ്റെ മക്കളുടെ കുട്ടിക്കാലത്ത്, അതായത് ജയൻ, രഘു എന്ന് പറഞ്ഞ 2 മക്കളുണ്ട്. ആ 2 മക്കളെ കൂടിയിട്ട് ഞങ്ങൾ കലാമണ്ഡലത്തിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ അവർ കളിക്കും. അപ്പോൾ കളിക്കാൻ കൂടുമ്പോൾ അത് ഈ തെങ്ങിൻ്റെ പട്ട കൊണ്ടുള്ള മറ്റേ ബാറ്റും ഇതൊക്കെ വെച്ചിട്ടാണ് അവർ കളിക്കുന്നത്. അവിടെ ക്വാർട്ടേഴ്സിൽ പല ആൾക്കാരുണ്ട്. അവരൊക്കെ കൂട്ട് അവർ അച്ഛൻ കൂടുതലേ എനിക്കൊന്നും അറിയാണ്ട് എന്ത് ചെയ്യാനാ, അല്ല എന്നാലും സാരല്ലേ വരുമെന്ന് പറയും. അങ്ങനെ കളിക്കുക അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അത്രയ്ക്ക് തന്നെയുള്ളൂ. ക്രിക്കറ്റ് കളിയെ സംബന്ധിച്ച് അവരാണ് എന്നെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ക്രിക്കറ്റ് കളി കാണാനുള്ള ഭ്രാന്തനാക്കി മാറ്റിയത്. അത് കാരണം കൊണ്ട് എന്തുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ കഥകളി ഏറ്റുള്ളതും കൂടി മുടക്കിയിട്ട് കളിയാടായിരിക്കും. ഗാനരചയിതാവ് ഹരിനാരായണനും വലിയ ക്രിക്കറ്റ് പ്രേമി തന്നെ. ഗോപി ആശാന് ബൗൾ ചെയ്ത് ഹരിനാരായണനും മറുതലയ്ക്കൽ. ആത്രേയ ക്രിക്കറ്റ് അക്കാദമിയുടെ 5ാമത് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. IPLൽ ചെന്നൈ ഫാനായിരുന്നു ഹരിനാരായണൻ. ഇത്തവണ പക്ഷേ ടീം മാറി. ഉണ്ട് എന്ന് പറയാം, കാരണം ഞാനൊരു ധോണി ഫാനാണ്. പക്ഷേ ഇക്കുറി ഞാൻ ചെന്നൈയുടെ സപ്പോർട്ടർ അല്ല. രാജസ്ഥാൻ റോയൽസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ടീമാണ്. ജയിച്ചു വരുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പക്ഷേ കുറച്ചുകൂടിയൊക്കെ നല്ല കളിക്കാരൊക്കെ നമ്മളൊരു ലേമാൻ പെർസ്പെക്റ്റീവിൽ ബാലേന്ദ്രൻ സാറിനൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് തോന്നും. ഇപ്പോൾ ഈ മാക്സ്വെല്ലൊക്കെ പോലെയുള്ള കളിക്കാരൊക്കെ അൺസോൾഡായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ ആരെങ്കിലുമൊക്കെ പിക്ക് ചെയ്ത് നല്ലൊരു ഓൾറൗണ്ടറേയും കൂടി രാജസ്ഥാൻ കൊണ്ടുവരേണ്ടതായിരുന്നു. ഇല്ല എന്നല്ല, അപ്പോൾ ശുഭൻ ദുബെയൊക്കെ പോലുള്ള ആൾക്കാരില്ല എന്നല്ല, അങ്ങനെ ഒരു തോന്നലുണ്ട്. എങ്കിലും രാജസ്ഥാൻ പക്ഷമുണ്ട്. 22 വയസ്സിൽ താഴെയുള്ള കളിക്കാർ അടങ്ങുന്ന 12 ക്ലബ്ബുകളാണ് ആത്രേയ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുക. അടുത്ത ദിവസം ആരംഭിക്കാനിരിക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഗോപി ആശാന്റെ സൗകര്യപ്രകാരമാണ് അദ്ദേഹത്തിന്റെ വസതിയോട് ചേർന്ന് ഉദ്ഘാടന പരിപാടി സംഘടിപ്പിച്ചത്. പ്രമുഖ പരിശീലകനും മുൻ താരവുമായ P. ബാലചന്ദ്രനും ആത്രേയ ക്രിക്കറ്റ് അക്കാദമിയുടെ അധികൃതരും ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ലിഷോയ്, ഈ കലാമണ്ഡലം ഗോപി ആശാൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു കഥകളി രൂപത്തിലുള്ള ആശാന്റെ മുഖമാണ്. എന്തായാലും വ്യത്യസ്തമായ വേഷപകർച്ച, ബാറ്റുമായി നിൽക്കുന്ന ആശാൻ. എന്തായാലും മനോഹരമായ ഒരു കാഴ്ച. അപ്പോൾ ഒരു കലാഹൃദയത്തിനുള്ളിൽ ഒരു കായികപ്രേമി കൂടി ഉണ്ടായിരുന്നല്ലേ? കലാമണ്ഡലം ഗോപി ആശാൻ എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുക, അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ തെളിയുന്നൊരു ചിത്രം എന്ന് പറയുന്നത് ആ കഥകളിയുടെ ചുട്ടിയൊക്കെ കുത്തി നിൽക്കുന്ന ആ ഒരു വേഷം ധരിച്ച് നിൽക്കുന്ന ആ കലാകാരനെയാണ്. പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിക്കാണ് ഇന്ന് ഗോപി ആശാനെ എല്ലാവർക്കും കാണാൻ സാധിച്ചത്. അദ്ദേഹം ഒരു വളരെ വലിയ ക്രിക്കറ്റ് ആസ്വാദകനാണ്, ക്രിക്കറ്റ് പ്രേമിയാണ് എന്നുള്ളതാണ് അധികം ആർക്കും അറിയാത്തൊരു സത്യം. IPLൻ്റെ സീസണാണിപ്പോൾ, അതുകൊണ്ട് തന്നെ IPLൊക്കെ എല്ലാ കളിയും മുടങ്ങാതെ ഇരുന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സച്ചിൻ്റെയും ഗവാസ്കറിൻ്റെയും ഒക്കെ കാലം അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മകൾ ഏറ്റവും മനോഹരമായ ക്രിക്കറ്റ് കാലം. എങ്കിൽ പോലും ഇപ്പോഴത്തെ പുതുതലമുറയിലെ കളിക്കാരെ എല്ലാം തന്നെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. അവരുടെ അധ്വാനവും എല്ലാം തന്നെ വളരെയധികമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെയാണ് BK ഹരിനാരായണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ല ഒരു ക്രിക്കറ്റ് ആസ്വാദകൻ മാത്രമല്ല, ക്രിക്കറ്റ് നന്നായി കളിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് നമ്മൾ കണ്ടു. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചെന്നൈ ഇപ്പോൾ വളരെ പരിങ്ങലിലാണ് ചെന്നൈയുടെ ഒരു അവസ്ഥ. IPL ചെന്നൈ ആസ്വാദകനായിരുന്നു, ചെന്നൈയുടെ ആരാധകനായിരുന്നു. ഇപ്പോൾ അദ്ദേഹം രാജസ്ഥാനോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളതാണ്. ഇത്തവണത്തെ ടീം മാറ്റി എന്നുള്ളതാണ് അദ്ദേഹം എന്തായാലും പറഞ്ഞത്. എന്തായാലും എല്ലാവരും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിനോദ
കായിക വിനോദം, ആസ്വാദകരുള്ള കായിക വിനോദം എന്ന് പറയുന്നത് ക്രിക്കറ്റാണ്. അതുപോലെ തന്നെ കേരളത്തിലും ഒരുപാട് ആളുകളാണ് ക്രിക്കറ്റ് ആസ്വാദകർ ഉള്ളത്. എന്തായാലും ആ ഒരു കൂട്ടത്തിൽ ഇത്രയും വലിയ 2 കലാകാരന്മാരെ അപ്രതീക്ഷിതമായാണ് എന്ന് എല്ലാവരും ആ ഒരു കൂട്ടത്തിലേക്ക് ഈ 2 കലാകാരന്മാരെ കൂടി അങ്ങ് ചേർത്ത് വെക്കാം. അപ്പൊ എന്തായാലും ആ ഒരു കലാഹൃദയത്തിനുള്ളിലെ ആ ഒരു കായിക പ്രേമത്തിന്റെ ആ ഒരു